പൂർണ്ണമായും അന്വേഷണം ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നടത്തുകയാണ്. ഇപ്പോൾ അല്ല, അദ്ദേഹം 2 തവണ മുങ്ങി. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യത്യസ്തമായിട്ട് നേവിയുടെ ബോട്ടിന് പുറമെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ 3 ബോട്ടുകൾ കൂടി വെച്ചിട്ടുണ്ട്. ആങ്കറിങ്ങിനാണ് പ്രധാനമായിട്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ കരയിൽ നിന്നുകൂടി ആങ്കറിങ്ങിന് ആവശ്യമായ സഹായം നമ്മുടെ JCB സംബന്ധമായ മിഷനറി ഉപയോഗിച്ചുകൊണ്ടും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ കൂടി സഹായം നേവി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാവരും ചേർന്നുകൊണ്ടാണ്. ഇദ്ദേഹം 2 തവണ മുങ്ങിയപ്പോഴും അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാം വട്ടം അദ്ദേഹം മുങ്ങിയപ്പോഴാണ് റോപ്പ് ഇളകി ഒരു 50 മീറ്റർ ദൂരേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇല്ല, ഒഴുക്ക് കുറച്ച് കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് ഇപ്പോൾ ഒരു കേന്ദ്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെട്രിക് ഡിക്റ്റേറ്ററിൽ ഏറ്റവും കൂടുതൽ സാധ്യത പറഞ്ഞ, അതായത് നേരത്തെ മത്സ്യത്തൊഴിലാളി കണ്ടു എന്ന് പറയുന്ന ആ കേന്ദ്രത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഒരു ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നവരൊരു ചെറിയ രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ തന്നെ പറയുന്നത് എത്രയും ഈ ജലത്തിൻ്റെ കളറോ മണ്ണിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈശ്വർ തന്നെ അദ്ദേഹം തന്നെ പറയുന്നത് ഇതിലും അപകടകരമായ സാഹചര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹവും ഒരു പ്രതീക്ഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൈവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി ഞാൻ നേരത്തെ പറഞ്ഞ റോപ്പ് അഴിഞ്ഞു പോയതിന് ശേഷം നേവിയുടെ ബോട്ടിൽ അദ്ദേഹത്തെ തിരികെ എത്തിച്ചു. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന താൽക്കാലികമായി ഒന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയും ഡൈവ് ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 3 തവണ ഇതുവരെ 3 തവണയാണ് ഡൈവ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 തവണ ഒന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ 3-ാമത്തെ തവണയാണ് അദ്ദേഹം റോപ്പ് അഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. കുറച്ച് ഒഴുക്ക് അത് കുറച്ച് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും തീവ്രമായി തന്നെ അദ്ദേഹം ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ ഒരു സാഹചര്യത്തിലും വലിയ സാഹചര്യത്തിൽ ഞാൻ അതിനെ മറികടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് നിർവഹിക്കുന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആങ്കർ നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അദ്ദേഹം മുങ്ങിയത്. അതെ, ആങ്കർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ മത്സ്യത്തൊഴിലാളികളുടെ 3 ബോട്ടുകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ 3 ബോട്ടുകൾ ഉപയോഗിച്ചിട്ടും കരയിൽ നിന്നും അതോടൊപ്പം തന്നെ നേരത്തെ നിങ്ങളൊക്കെ വിഷ്വലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന മൺകൂന രൂപപ്പെട്ട ആ കേന്ദ്രത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ 4 കേന്ദ്രങ്ങളിൽ നിന്നും ആങ്കർ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്, കരയിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഒരാൾ മാത്രമാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിന്റെ സംഘത്തിൽ ഇറങ്ങാൻ പറ്റുന്ന മറ്റാളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷെ അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. 2 തവണയും അദ്ദേഹം തന്നെയാണ് മുങ്ങിയത്. 3-ാം തവണയാണ് ഈ ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടായത്. അത് ഒഴുക്കിന്റെ ഒരു പ്രശ്നമാണ് അവരിപ്പോഴും പറയുന്നത്. ഒഴുക്ക് അടിയൊഴുക്കും ശക്തമാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഉള്ള സാഹചര്യം നോക്കിയാൽ ജലനിരപ്പിൽ കുറച്ചൊരു താഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത്. പക്ഷേ ഒഴുക്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എത്ര മീറ്റർ ആഴം വരെ പോകാൻ പറ്റിയിട്ടുണ്ടാവും, അങ്ങനെ വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? ഈ ഒഴുക്കിനെ ഭേദിച്ച് എത്ര താഴേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവും? അങ്ങനെ അത് ഇപ്പോൾ അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞത്, ഞാൻ നേരത്തെ ഈ വളരെ വിദഗ്ധരായ നേവിയുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു ഒപ്പീനിയൻ, ഈ പുഴയെക്കുറിച്ച് കുറച്ചുകൂടി അറിയുന്ന ഒരാളുകളാണെങ്കിൽ 5 നോട്ടിക്കൽ മൈൽ വരെ കൃത്യമായിട്ട് അവർക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളതാണ്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അടിയൊഴുക്കുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അവർക്ക് പുഴയെക്കുറിച്ച് കുറച്ചുകൂടി ധാരണയുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നത് അതാണ്. ഇദ്ദേഹത്തിന് പുഴയെ സംബന്ധിച്ചിടത്തോളം ധാരണയുണ്ട്. അദ്ദേഹം നേരത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് അദ്ദേഹം 100-ലധികം ഇത്തരം ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ആത്മവിശ്വാസം പറയുകയാണ്. ആ ഒരു ആത്മവിശ്വാസം പൊതുവിൽ ഉദ്യോഗസ്ഥരിലും ഒക്കെ നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയും ഡൈവ് ചെയ്യുന്ന തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ആ ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഡൈവ് ചെയ്യുന്ന തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായും അവരുടെ ഗൈഡൻസിൽ തന്നെയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അവരുടെ ബോട്ടുകളിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോപ്പ് ഒന്ന് പൊട്ടിയുന്ന ഒരു ഘട്ടമുണ്ടായപ്പോഴും നാവികസേനയുടെ ബോട്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്.